പൂജ കാണുന്നു, അവൻ ദേവിയെ കാണുന്നു, ദീപം കാണുന്നു, അവൾ ദേവനെ കാണുന്നു. അപ്പോ നടനുണ്ടോ? ഇല്ല. ഉടനെ വരുമോ? അവിടെ കിടന്നോളൂ. ഈ നാട്ടിൽ പരിഷ്കാരമുള്ള വീടെന്ന് പറയും ഇത് മാത്രമേ ഉള്ളൂ. കയ്യിൽ കാശുണ്ടെങ്കിൽ പരിഷ്കാരം കാണിക്കാം. അതില്ലാത്ത കുറ്റം വല്ലതും പറഞ്ഞുണ്ടോ? ആ മുത്തം കാരണം നമ്മുടെ ആൾക്കാർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ വയ്യാണ്ടായി. നിന്റെ അപ്പൻ ഒരാൾ വിചാരിച്ച അവൻ തോൽപ്പിച്ച് നാണം കെടുത്താം. അപ്പം പറഞ്ഞ ഈ നാട്ടിലൊരു വിലയുണ്ട്. ആ വിലയുണ്ട്. ആ വില ഉപയോഗിക്കണമെന്ന് പറയാനാണ് ഞാനിങ്ങോട്ട് വന്നത്. നല്ല പാട്ടല്ലേ? ചിലപ്പോ ഇങ്ങനൊരു കുഴപ്പമുണ്ട്. വേണ്ട വേണ്ട, ആ കുഴപ്പം എനിക്കിഷ്ടമാണ്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പണ്ടാറടങ്ങി ചന്തന്മാർക്ക് വിവരമില്ലെന്ന് പറഞ്ഞ് വെറുതെയല്ല. എന്താ ബാലയ്യ വിശേഷം? ആ മുത്തിനെ നമുക്കൊന്ന് ശരിപ്പെടുത്തണം. അതിനെപ്പറ്റി ആലോചിക്കാനാണ് ഞാൻ വന്നത്. ശരിയാണ്, അവനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. എന്നാലും സായിപ്പേ, ആ ക്ഷുദ്രത്തിന്റെ ഒരു ശക്തി മണ്ണാൻ കെട്ടി പോളാടുന്നു. എല്ലാ സായിപ്പേ, ക്ഷുദ്രം കഴിഞ്ഞോടുകൂടി നല്ലാച്ചിന് ഒന്നാം തരം ഭ്രാന്തായി. ഇടാ, അതൊക്കെ മനസ്സിന്റെ ഒരു തോന്നലാണ്. അങ്ങനെ തോന്നിയ ഉടുതുളില്ല നടക്കുവോ? അവനാകെ ഭയന്നുപോയി, അതാണ് കാരണം. വെറും സൈക്കോളജിക്കൽ. എന്താണ് സൈക്കോളജിക്കൽ? ഓ ഓ അതാണ്. മനസ്സിലായില്ലേ? ഓ സൈക്കിൾ ചവിട്ടിട്ടാണല്ലേ? പെയിന്റ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇവിടെ കട്ടും ചുവപ്പിലുള്ള ഗ്രീന് മതി. പിന്നെ ഇവിടെ വെള്ള വേണ്ട, വൈറ്റ് മതി. ഇത് നല്ല പെയിന്റ്, മുന്തി പെയിന്റ്. സൈക്കിൾ സൈക്കിൾ എന്താണ് വിഷമം ഇവിടെ ഒന്നുമില്ല. അപ്പോ ഓ വലിച്ചടി. ആ അങ്ങനെ. എനിക്ക് തോന്നുന്നില്ല അവന്മാര് കരിപ്പെട്ടി തരുമെന്ന്. ഇതിനുള്ള ഫൈനാൻസ് അറേഞ്ച് ചെയ്യണം. ശരി, ബാങ്ക് ഞാൻ പറഞ്ഞേക്കാം. നമസ്കാരം. ഞങ്ങൾ ചോദിച്ചിട്ട് ആരും കരിപ്പറ്റി തരുന്നില്ല. സായിപ്പ് നേരിട്ട് ചോദിച്ചാൽ കിട്ടുമെന്നാണ് തോന്നുന്നത്. അതായിരിക്കും നല്ലത്. എന്തായാലും സായിപ്പിന്റെ മുമ്പിൽ അവന്മാരെല്ലാം മറക്കും. ഞങ്ങൾ ചോദിക്കുമ്പോൾ അവന്മാർ അടിക്കാൻ വരില്ല. ശരി, ഞാൻ തന്നെ ചോദിക്കാം. ആദ്യ ചെല്ലയിൽ കണ്ടൊന്ന് വശത്താണ്. അവനെ കിട്ടിയാൽ മുത്തൻ ശൂന്നാവും. അവന് കുറച്ച് രൂപ കൊടുത്താലും അതൊരു നഷ്ടമാവില്ല. അല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വീടും പറമ്പും പണയപ്പെടുത്തിയാണ് ഞാൻ കച്ചവടം തുടങ്ങിയത്. അത് നിർത്താനൊക്കില്ല. മുടക്കിയ പണത്തിന്റെ ഇരട്ടിയുണ്ടെന്നേക്കാം. എന്നാലോ അപ്പൊ കച്ചവടത്തിൽ നീക്കി കിട്ടിക്കൊണ്ടിരുന്ന ലാഭമോ?
അതിന്റെ അടുത്ത് കാശിരുന്ന് ആ കാശ് കൊടുത്ത് നീ ഒരു എരുമേനെയോ പശുവിനെയോ വാങ്ങിച്ചു വിട്. വേണമെങ്കിൽ മാസാമാസം ലാഭത്തിൽ ഒരു പങ്ക് തരാം. എന്നാലോ? ആ മനസ്സില്ല. ചെല്ലയ്യ, സൂക്ഷിച്ച് കളിക്കണം. സ്നേഹിച്ചാൽ സായിപ്പ് എന്ത് വേണമെങ്കിലും തരും. ആ അതല്ലേ നളിനാവേഷം തുണിയില്ലാതെ നടക്കുന്നത്. എടാ നിന്നെ ഞാൻ അലറാതെ സായിപ്പേ, ആദ്യം പോയി മദാമ്മയുടെ കാമഭ്രാന്ത് മാറ്റി. അല്ലാതെ ആ പാവപ്പെട്ട മുത്തരെ കൊല്ലാൻ നടക്കണ്ട. വാ സായിപ്പ്, ഇവരോടൊന്നും സംസാരിക്കാൻ കൊള്ളൂല. അമ്മേ, അമ്മോ, ഞാൻ പോട്ടെ. വാവിന് പൂജ നടത്താന്നല്ലേ പറഞ്ഞത്? അതിനെന്താ? അതിന് നീ പോണോ? അവര് പോയാ പോരെ? പൂജയ്ക്കുള്ള സാധനമൊക്കെ ഞാൻ കൊണ്ടുവരുന്നേ. അമ്മ കോഴിയെ മാത്രം. അത് ഞാൻ വാങ്ങിച്ചോളാം. ഞാൻ പോട്ടെ. ആ നമസ്കാരം. ആരാ? പരിചയം ഉണ്ടാവില്ല. ഇതാണ് വടക്കനാശൻ, പണം പലിശ കൊടുക്കുന്ന. എന്താ ഇവിടെ ഇപ്പൊ കരിപ്പെട്ടി കച്ചവടമൊക്കെ ഇല്ലാതെ വലിയ വിഷമത്തിലാണെന്ന് കേട്ടു. അതുകൊണ്ട് ഇപ്പൊ എന്ത് വേണം? പണത്തിന് മുട്ടി കാണുമെന്നറിയാം. വേണമെങ്കിൽ 25,000-ഓ 50,000-ഓ ഞാൻ തരാം. ന്യായമായ പലിശ തന്നാൽ മതി. ക്ഷണികളാണ്. എന്നെയല്ല, വടക്കനാശാൻ തന്നെയാ. ബ്ലാക്ക് ഫൂൾ. മനസ്സിലായില്ലേ? രക്തമില്ലാത്ത മടയാ എന്ന നീ ഇറങ്ങണ വഴി എന്ന സാഹിബ് ക്ഷമിക്കണം. ഇവനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. മൈ ഗോഡ്. ആശാനെ അവസാനം പറഞ്ഞതേ ഇംഗ്ലീഷിൽ വലിയ ചീറ്റിയാ. അതിന്റെ അർത്ഥം മനസ്സിലായി. ആശാൻ ഇവിടെ നിന്ന് കരഞ്ഞു. അതുകൊണ്ട് വേഗം ഓടിക്കോ. മര്യാദയില്ലാത്ത വർഗം. ഇവരൊക്കെ തല്ലുകൊണ്ടായിരിക്കണമാണ്. ഈ തല്ലു കൊടുക്കാന്നൊക്കെ പറയുന്നതേ ആളുകൾ ചെയ്യേണ്ട പണിയാണ്, നിങ്ങളല്ല. സിന്ധി സ്വന്തം ഭാര്യ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചവൻ തടി പോലെ നടക്കുന്നു. എന്നിട്ടാണ് ആ പാവപ്പെട്ട കിഴവനെ തല്ലാൻ നടക്കുന്നത്. സിന്ധി ചുമ്മാ ഇരിക്കണം മിസ്റ്റർ. മുത്തനെ വെറുതെ വിട്ടതുകൊണ്ട് സായിപ്പ് ഒരു കിഴങ്ങനാണെന്നാ നാട്ടുകാരെല്ലാരും. ആകെ ധൈര്യം ഉണ്ടായിരുന്നത് ആ നല്ലാക്ഷനായിരുന്നു. അവനാണെങ്കിൽ ഭ്രാന്തും വന്നു. എന്റെ ദൈവമേ, ഇനി ഞാൻ എന്ത് ചെയ്യും? ചാകണം. ഈ മനുഷ്യനോട് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. ഞാൻ എന്ത് ചെയ്യണം? അവനെ കൊല്ലണം. ആദ്യം നിങ്ങൾ ഒരാളാണെന്ന് തെളിയിക്കും. എങ്ങനെയെങ്കിലും മുത്തനെ പിടിച്ച് കുറച്ചു കാലം ജയിലിലിട്ടാൽ മതി. പിന്നെ നമുക്ക് പഴയതുപോലെ കരിപ്പെട്ടി കച്ചവടം തുടങ്ങാം. ശരിയാണ്, പക്ഷേ എന്തോന്ന് പക്ഷേ? കാശ് കൊടുത്താൽ മതി. ചോണയുള്ള ആളുകൾ വേണ്ടതുപോലെ ചെയ്യും. ഇവിടെ വെച്ചൊന്നും ചെയ്യാൻ പാടില്ല. ടൗണിൽ കരിപ്പെട്ടി വിൽക്കാൻ പോകുമ്പോൾ അവിടെ വെച്ച് ശരിയാക്കാം. ഇന്ന് രാത്രി അവൻ ടൗണിൽ പോകുന്നുണ്ട്. ഇന്ന് രാത്രി ജീവിതം മുഴുവൻ എനിക്ക് ആസ്വദിക്കണം. പക്ഷേ സ്വന്തം തടവുമുറിയുടെ താക്കോൽ സിന്ധിയുടെ കയ്യിലാണ്. സിന്ധി വിചാരിച്ചാൽ നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാം. സണ്ണി, പോട്ടെ. Okay, good night. Night. സമയം എന്തായി?
മണി 2. നല്ല വാച്ച്. ഇത് ഞാൻ എടുത്തോട്ടെ? അല്ലോ, പ്രയാസം ഉണ്ടെങ്കിൽ വേണ്ടേ? ഇല്ല, പാലേനെടുത്തോളൂ. ഇതിന് ഒരു സ്വർണ്ണ ചെയിനായിരുന്നു വേണ്ടത്. എന്ത് ചെയ്യാൻ കാശില്ലല്ലോ. സാറില്ല, സാഹിബിനോട് പറഞ്ഞു തരും. അല്ലെങ്കിൽ മകളോട് പറയാം. വേണ്ട. പിന്നെ സാറ് തരുമോ? തരാം. ഇപ്പൊ വേണ്ട, നാളെ തന്നാലും മതി. നാളെ കാലത്ത് ഞാൻ ഓഫീസിൽ വരാം. ഓക്കെ? ആ, പിന്നൊരു കാര്യം, ചിലപ്പോ ഞാൻ ആർക്കെങ്കിലും വിറ്റെന്ന് വരും. എനിക്ക് കാശിന്റെ സ്വല്പം ആവശ്യമുണ്ട്. ഓക്കെ? ഓക്കെ. ആ, ഇത് മതി. ഇനിയൊന്നും ചെയ്യാനില്ലല്ലോ? ഇല്ല, ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിപ്പിക്കാം. ശരി. പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ നോക്കില്ല. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. സാറ് തന്നെ രക്ഷിക്കണം. മുത്തന്റെ പേരിൽ ഒരുപാട് കേസുകൾ ചാർജ് ചെയ്തിട്ടുണ്ട്. ബലാത്സംഗം, ഭവനഭേദനം, മോഷണം, അടിപിടി. സാറിന് സത്യം അറിയാമല്ലോ. പക്ഷേ സായിപ്പിനോട് എതിർക്കാനുള്ള കഴിവ് എനിക്കില്ല. അയാളെന്നെ നശിപ്പിച്ചു കളി. എന്നാൽ പ്രസിഡന്റ് അറിയാൻ ഒരു വിശേഷം കൂടി ഞാൻ പറയാം. ആശുപത്രിയിൽ വെച്ച് ചെല്ലയ്യന്റെ കൈ മുറിച്ചു കളഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാ വൈദ്യരെ? എന്നാ ഒരു ഉപകാരം ചെയ്യാമോ? ആ മനുഷ്യന്റെ കഴുത്തുകൂടെ മുറിച്ചു കളയാൻ സാഹിബിനോടൊന്ന് പറയാമോ? ഇതെങ്ങനെ കിട്ടി? പുറത്തെ പണിക്ക് പോയപ്പോ കിട്ടിയതാ. ഇതുകൊണ്ട് എങ്ങനെയാ ബൂട്ട് വിളിക്കുന്നത്? കണ്ണൂർ ജയിലും വിയൂർ ജയിലും ചാടിയത് ഒരു ലക്ഷം കണ്ണാടി ഇരുമാണി കൊണ്ടാ. സമയത്ത് ഇങ്ങനെ കരയുന്നത് നല്ലതല്ല. മുത്തന് ഒരു കുഴപ്പമുണ്ടാവില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവൻ സുഖമായിട്ട് തിരിച്ചു വരും. ഒരു ദിവസം ഞാൻ അമ്മയെ ജയിലിൽ കൊണ്ടുപോയി മുത്തനെ കാണിക്കാം. എന്താ, അമ്മ വരുന്നോ? ആ ദിവസത്തിന് ശേഷം അമ്മ ഒന്നും മിണ്ടാറില്ല. പല ദിവസങ്ങളിലും ഒന്നും കഴിക്കാറില്ല. തങ്കമ്മേ, നീ എന്തെങ്കിലും വെച്ചു കൊടുത്തിട്ട് വന്നാ മതി. വേണ്ട, ചോറും കറിയും ഞാൻ വെച്ചോളാം. വേണ്ട വേണ്ട, നിങ്ങൾ രണ്ടുപേരും ആയാൽ ആരും ഒന്നും വെക്കുകയുമില്ല കഴിക്കുകയുമില്ല. ശരിയാണ്, നാളെ മുതൽ ഇവള് വന്ന് ചോറും കറിയും വെച്ചു തരും. ഞാൻ പോകുന്നു അമ്മേ. വാവിന് മുമ്പ് പൂജ നടത്തില്ലെങ്കിൽ? മാരിയമ്മന്റെ പൂജയല്ലേ, മാരിയമ്മനത് തക്ക സമയത്ത് നടത്തും. അപ്പന്റെ കൈ ഒരിക്കലും ശരിയാവൂലേ? ഇല്ല മോനെ. അപ്പനെ ഇനി പന കയറാനും ഒക്കൂലേ? ഇല്ല മോനെ. ചെല്ലയ്യ, ഒന്നുകിൽ എന്റെ മുതൽ തരണം, അല്ലെങ്കിൽ പലിശ തരണം. ഇത് രണ്ടും തരാത്ത ഈ പരിപാടി പറ്റില്ല. എനിക്ക് യാതൊരു നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്. എന്നാ ശരി, തൽക്കാലം ആ രണ്ട് പനയും ഞാൻ വെട്ടിക്കൊണ്ടു പോകാം. അതിന്റെ കാശ് പലിശ ഇനത്തിൽ കണക്കായിക്കൊള്ളാം. അയ്യോ, അത് പറ്റില്ല. എന്റെ അപ്പന്റെ കൈ കൊണ്ട് വെച്ച പനയാണത്. അവരൊക്കെ പറയും, വായ നോക്കി നിൽക്കാതെ പോയി വെട്ടണ.
അയ്യോ അരുവി വെട്ടം എന്താ മുത്താവൊരു വിഷമം? മറ്റന്നാ വാവ. അന്ന് പൂജ നടത്തിയേ പറ്റൂ അല്ലേ? ആ, അല്ലെങ്കിൽ മാരിയമ്മൻ കോവിക്കും. കോപിച്ചാൽ? അയ്യോ, കോവിക്കാൻ പാടില്ല. തള്ളയുടെയും പുള്ളയുടെയും ഉയിര് മാരിയമ്മന്റെ കയ്യിലാ. തനിക്ക് മറ്റന്നാൾ തന്നെ പൂജ നടത്തണം. ആ, ഞങ്ങൾ പറയുന്ന പോലെ ചെയ്താൽ തനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടും. എന്താ ചെയ്യാമോ? എന്താ? അത് താനൊന്നും അറിയണ്ട, ഞങ്ങൾ പറയുന്ന പോലെ ചെയ്താൽ മതി. ഏത് കുലകുമ്പം വിചാരിച്ചാലും കരിപ്പട്ടി കച്ചവടം സായിപ്പേ നടത്തും. അത് പിന്നെ എനിക്കറിഞ്ഞുകൂടെ? പണ്ടായിരുന്നെങ്കിൽ ഒരു കൈ നോക്കിയായിരുന്നു, ഇപ്പൊ രണ്ട് കൈ നോക്കാനും വയ്യ. നിനക്കിപ്പം വലിയ പ്രയാസമാണെന്ന് എനിക്കറിയാം. വേണമെങ്കിൽ ഒരു ജോലി തരാം. എന്റെ ജീപ്പിന് ഒരു ഡ്രൈവർ വേണം. എന്താ ഓടിക്കാവോ? ഞാൻ മദാമിനെ കല്യാണം കഴിക്കുന്ന എന്റെ ജാതകത്തിലുണ്ട്. അതുകൊണ്ട് ജപ്പാനിലെത്തി ഞാൻ നിന്നെ വേഗം വിളിപ്പിക്കാം. എന്നെ വിളിക്കൂ. നിനക്കൊരു മദാമിന് അയ്യോ, ആ ആദ്യം നല്ല ലക്ഷണം സുന്ദരി ഞങ്ങൾ വരട്ടെ. நான் யார் தெரியுமா? തമിഴ് പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ട്. എന്നെയോ? ആ ഞാൻ 2 ഊണ് കഴിച്ചു. ഒന്ന് പാവകം പട്ടിണിയാ. നീ കഴിച്ചു? എനിക്ക് വേണ്ട. എനിക്ക് പാട്ടറിയില്ല. ഉമ്മ പൊലാപ്പ് വേണ്ട 5000 കൊടുക്കാം. അതോ അതിനൊപ്പം മകറായി തന്ന പാവാട വേണം. ഞാൻ യാത്രിമോ പാലയ്യൻ. പിച്ചാങ്കത്തി പാലയ്യൻ. എനിക്ക് ഒരു കുമ്പും പറ്റിയിട്ടില്ല. ഞാനേ ആ ഭ്രാന്തന്റെ അടുത്ത് രക്ഷപ്പെടാൻ എടുത്ത് വേലയല്ലേ. പിന്നെ വീഡിയോ